നടന്നു കഴിഞ്ഞാൽ വീഴുന്ന അവസ്ഥയിൽ ഈ ഫുട്പാത്ത് നിലനിർത്തിയത്. ഇവിടെ പൂരം വരുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടാറുണ്ട്. അവരുപയോഗിക്കുന്നത് ഈ ഫുട്പാത്താണ്. ഈ റോഡിലൂടെയുള്ള ഗതാഗതത്തിൽ നിന്ന് തിരക്ക് പിടിച്ച ഗതാഗതത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ ഔട്ടർ ഫുട്പാത്തിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കേണ്ടി വരും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. 3 വർഷം മുമ്പൊക്കെ ഇവിടുത്തെ തൃശൂർ കോർപ്പറേഷൻ മേയർക്ക് ഇവിടെ മൊയ്ബ ഹർജി കൊടുത്തു. ഇതിലെ നടക്കുന്ന ആളുകളടക്കം ഈ ഫുട്പാത്ത് ഉപയോഗിക്കുന്ന ആളുകളടക്കം കോർപ്പറേഷൻ മേയർക്ക് പരാതി കൊടുത്തു. ആ ഭീമഹർജിയുടെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കാതെ വന്നപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. കേരള ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ട് 3 വർഷം മുമ്പത്തെ പൂരത്തിന്, അതായത് 2023 മാർച്ചിൽ ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് പറഞ്ഞു, ഹൈക്കോടതി എത്രയും പെട്ടെന്ന് ഫുട്പാത്ത് 500 മീറ്റർ ഇത് നന്നാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കോർപ്പറേഷൻ തടസ്സവാദം ഉന്നയിച്ചിട്ട് പറഞ്ഞു, ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ ആശം വെച്ചു കൊടുത്തപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡുകാർ പറഞ്ഞു, ഞങ്ങൾ പഴയ ഫുട്പാത്ത് നന്നാക്കാനും അതിന് ടൈലിടാനും നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഇത് വാടകയ്ക്ക് കൊടുത്തതാണ്. വാടകയ്ക്ക് കൊടുത്ത ഈ ഫുട്പാത്തിൽ എന്ത് ചെയ്യാനും തൃശൂർ കോർപ്പറേഷൻ അധികാരമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ സെക്രട്ടറിയും ചെയർമാനും കൂടി കോർപ്പറേഷൻ മേയറും കൂടി പറഞ്ഞു, നോട്ടിഫിക്കേഷൻ നിർബന്ധമായിട്ട് വേണം. അവസാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് വേണം ഈ ഫുട്പാത്ത് നന്നാക്കിയില്ല. തുടർന്ന് കോടതി ലക്ഷത്തിന് ഹർജി കൊടുത്തു, കണ്ടംപ്റ്റ് കോർട്ട് കൊടുത്തു. കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കണ്ടംപ്റ്റ് കോർട്ട് നടപടികളെടുത്തപ്പോൾ കോർപ്പറേഷൻ പറഞ്ഞു, അടിയന്തരമായി ഞങ്ങൾ 20 ലക്ഷം രൂപ വെച്ചു. പാറയം വരെയുള്ള ഭാഗം നന്നാക്കാൻ 20 ലക്ഷം രൂപ വെച്ചു എന്ന് പറഞ്ഞു. ആ 20 ലക്ഷം രൂപ കഴിഞ്ഞ ഇലക്ഷൻ മുമ്പ് വെച്ചിട്ട് അത് ടെൻഡർ എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ആ ടെൻഡർ അവസാനിപ്പിച്ചു. അതിനെ തുടർന്ന് വീണ്ടും ഞങ്ങൾ നടപടികളുമായി പോയപ്പോൾ കോർപ്പറേഷൻ ഇപ്പോൾ പറയുന്നു 1 കോടി രൂപ ഞങ്ങൾ